ഹായ് ഗൈസ്, നീണ്ടൊരു ബ്രേക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ടത്തിൽ പോയി മീനെ പിടിക്കാൻ പോകും. കണ്ണൻ്റെ നിർബന്ധം, കണ്ണൻ്റെ താല്പര്യങ്ങൾ, അപ്പോൾ എല്ലാം കൂടെ അങ്ങ് പോകുന്ന വെച്ച് ചുമ്മാ ഇരിക്കല്ലേ, സമയം കളയാനായിട്ട് നമ്മളിപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് പറഞ്ഞത്. നമുക്ക് കാണാം. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തതെന്ന് വെച്ചാൽ അധികം എഡിറ്റ് ചെയ്യാനും പോയിട്ടില്ല, കട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നാച്ചുറാലിറ്റി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ. നിങ്ങളിൽ കാണാൻ നല്ല രസമാണ്. കണ്ണാ മീൻ കിട്ടുവാടാ. ബസ് കളി, പിള്ളേർ ബസ് കളി. എടാ ബസ് എങ്ങോട്ടാടാ? എവിടാ? കായംകുളത്തിലുള്ള ബസ്സാണ് മുന്നിൽ പോകുന്നത്. എനിക്കൊരു കാര്യം കാണിച്ചു തരാം. ഊണ്ടൊരു നീല സ്ഥലം കണ്ടോ? അത് അച്ഛൻ്റെ കണ്ടോ? അച്ഛൻ കെട്ടിയ മാടമാണത്. കൃഷിക്കാരൻ തന്നെ. ആകാശ് ആ മുണ്ട് മടക്കി കുത്തി പോകുന്നത് ഉണ്ട്. ആകാശിൻ്റെ കവർ. ആ മുണ്ട് മടക്കി കുത്തി ചന്തിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആകാശ്, കണ്ണൻ. ആ നിൽക്കുന്ന മോനായി. കാത്ത ഷർട്ടിട്ട് ജിതിൻ. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഇളകിയിട്ടെല്ലാം കൂടെ മീൻ പിടിക്കാൻ കണ്ടെത്തി വന്നേക്കുക. മീൻ തീറ്റ അറിയത്തില്ലടാ. ഇന്ന് മീനെ പിടിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ നിങ്ങൾ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പിന്നെ വിളിച്ചത് കൊണ്ടെങ്കിൽ ഇറങ്ങി വന്ന്. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോന്നേ? എടാ കണ്ണാ, എങ്ങോട്ടാ പോന്നേ? അങ്ങ് താഴെ കനാലിൽ അവിടെ പോകുന്ന പറയുന്നത്. ജാഥയാണ്, ജാഥ. ഇന്നത്തെ ദിവസം ഞാൻ ഫ്രെയിമിൽ വളരെ കുറവായിരിക്കും, കാരണം ഉമ്മാരായിരിക്കും മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് കഴിച്ചത് കണ്ടു. ഈ നീണ്ട കുളം കണ്ടു. ഇതെൻ്റെ അച്ഛൻ മീനെ വളർത്തുന്ന കുളമാണ്. ഇവിടെ മീനെ വളർത്തുന്നത് കണ്ടോ, വലിയ കുളമാണ്. അതാരാ നിൽക്കുന്നത്? ടിൻ ടിൻ. ഒരു ഇനിയും പറയടാ. ഇതിൻ്റെ അകത്ത് മീൻ എന്തെടുക്കാനാ? കൈസ്, എൻ്റെ അച്ഛൻ്റെ കണ്ടത്തിലെ മീൻ, അല്ല കുളത്തിലെ മീൻ കാണാതെ പോയത് ഇവനായിരിക്കും പ്രതി. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും പിടിക്കാം. ഇപ്പം ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇല്ല ജിതി, ചൂണ്ട എടുക്കുക. ജിതിയുടെ അഭിപ്രായം എന്തോടാ? ഉണ്ടേ ആകാശ്, അതെന്തോടാ? ഗൈസ്, ഇതാണ് നാട്ടിൻപുറത്തെ വെറുകൾ. വെറി പിടിച്ചതുങ്ങൾ. കുറേ വെറുകൾ ഇനി വരാനുണ്ട്. മോനിഷ്, രാഹുൽ, ശംഭു, ആകാശ്. ഇതിപ്പോൾ ഇവിടുത്തെ നാട്ടിലെ കൊച്ച് കഴിവുള്ള കൂട്ടുകാർ. ഹായ്. എടാ കണ്ണ, നിന്നെ അവിടെ നോക്കുന്നേ കണ്ടാവും. പോത്തിനെ വരെ വശീകരിക്കുന്നു. ഇവിടെ മുടിഞ്ഞ കാടാണ്. പണ്ടത്തെ നല്ല വഴിയായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഫുള്ള് കാടൊക്കെ കയറി നശിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വലിയൊരു ആഞ്ഞിലി. എടാ, ഇത് ആഞ്ഞിലായിരുന്നു ഇവിടെ ഇരുന്നത്. വലിയൊരു ആഞ്ഞിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര കാടായിരുന്നു. അതെല്ലാം വെട്ടി ആരുടെ അയ്യവാണ്. ഇതിപ്പോൾ ഒരു വഴിയായി നടന്ന്. അയ്യാ വീണേനെ. ഗൈസ്, ഈ മുളങ്കാട് കണ്ടോ? ഇതിൻ്റെ കഥയുണ്ട്. ഇതാണ് നമ്മൾ കട്ട് പറിക്കുന്ന കാട്, മുളങ്കാട്. ക്രിസ്മസ്, ന്യൂ ഇയർ, മുളകൾ ആവശ്യമുള്ള സമയത്തെല്ലാം നമ്മൾ വന്ന് മുള കട്ട് പറിക്കുന്നത് ഒടിക്കുന്നതൊക്കെ ഇവിടുന്നാണ്. ചോദിക്കാൻ ആരും ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ മറ്റേ ഇത് മഞ്ഞമുള, ഇത് മഞ്ഞമുള. അതുതന്നെ ഒരു പച്ച കളറിലെ പച്ചമുളയുണ്ട്. ഇത്
ഇത് കണ്ടോ, ഇതിനെ തടിക്ക് പച്ച കളറായിരിക്കും. ഇത് പച്ചമുള, അത് മഞ്ഞമുള. എന്തൊക്കെയാണ് ഹായ് അയ്യൊക്കെ വൃത്തിയാക്കി. വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടക്കും എല്ലാവരും കൂടെ. പണ്ടൊക്കെ ഒരുപാട് ഇവിടെ മീൻ പിടിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് ആ പിള്ളേരുടെ കൂടെ. എനിക്ക് മീൻ പിടിക്കാൻ അന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ മറുപടി ചുമ്മാ പോവൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ ചുമ്മാ വരും, അവരോട് ചുമ്മാ കൂട്ടിയിരിക്കും, നാശം കാണിക്കും, പിന്നെ തിരിച്ചു പോകും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മഴ ഉണ്ടായിരുന്നു. അപ്പം കണ്ണൻ്റെ ഒക്കെ അടുത്ത് മാമൻ വന്നിട്ട് രഘുമാമൻ വന്നിട്ട് പറഞ്ഞ് ഇതുപോലൊക്കെ തന്നെ അവിടെ കണ്ടത്തിൽ താഴെ അക്കിടേറ്റിൻ്റെ അടിയിൽ മീനെ കണ്ട് കുറേ കൈതക്കോര മീൻ കിടപ്പുണ്ട്. രഘുമാമൻ കുറേ മീൻ പിടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ്. അത് കേട്ട് അവിടെ കണ്ണൻ ഇളകി എല്ലാത്തിനും കുത്തിപ്പോക്കി ഉച്ചയ്ക്ക് 2 മീൻ പിടിക്കാൻ പോന്നു. തന്നെ 3-3.5 കിലോമീറ്റർ താഴെ നടക്കണം. എന്തുവാന്നേ, പിന്നെ വെറുതെ ഇരിക്കുമല്ലേ. ഇതൊക്കെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ്. കേട്ടോ കേട്ടോ കേട്ടോ, പച്ചമുള വീണ്ടും മഞ്ഞമുള. പച്ചമുള വീണ്ടും വന്നില്ല. താഴ്ത്ത് പോകുമ്പോൾ ഞാൻ വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് കൊള്ളാമല്ലോ. എടാ മോനെ, ഇതാ തൊഴിലുറപ്പ് വൃത്തിയാക്കിയാന്നോ? ഗൈസ് കണ്ടോ, ഞങ്ങളുടെ വാർഡിലെ തൊഴിലുറപ്പ് അമ്മമാർ വൃത്തിയാക്കിയ തോട്, കാട് പിടിച്ച് കിടന്ന തൊഴിലുറപ്പ് വൃത്തിയാക്കി ഗൈസ്. ഇത് നല്ല ഭംഗി. എൻ്റെ അമ്മയും തൊഴിലുറപ്പിന് പോയിട്ടുണ്ടെന്ന്. ഹായ്, ഇത് കൊള്ളാമല്ലോ, വികലാംഗനായ മുള. അമ്മ വരുമ്പോൾ വീട്ടിലാരും കാണത്തില്ല എന്ന് വഴക്ക് കേൾക്കും മിക്കവാറും. കുറേ നടക്കാനുണ്ട്. കഴിച്ചത് മൊത്തം താഴ്ചയിലുമ്പോൾ ദഹിക്കും. എന്തായാലും ഞാൻ താട്ടിലുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നില്ലേ, എനിക്കൊന്ന് പന്നിക്കാന്ന് കെണി വെച്ചേക്കുന്നുണ്ട്. മുളയിൽ കെട്ടിയിട്ട് അതിൽ കമ്പങ്ങാണ്ട് മാറ്റും അങ്ങാണ്ട് ചെയ്യുമ്പോൾ കപ്പക്കിഴങ്ങാണ്ട് വെച്ചേക്കുന്നത്. കമ്പങ്ങാണ്ട് മാറ്റുമ്പോൾ കയറ് കെട്ടി പന്നി വീട്ട് കയറും. കെണി പന്നിക്കള. ഇപ്പോൾ ഈ നാട്ടിൽ നല്ലപോലൊക്കെ പന്നിയുണ്ട്. കെട്ടിക്കാൻ പ്രായമായിട്ടും കുസൃതി മാത്രമേ ഉണ്ടെണ്ണ. കണ്ണനൊക്കെ എന്താ അവിടെ നിന്ന് എന്തിനാടാ പേടിച്ചു വന്നിട്ട് അമ്മാർ ഇതേ ഇവിടെ കാട്ടിൽ മോനായി അമ്മാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇരുന്നയാ. പക്ഷെ പേടിച്ചില്ല. അവന്മാര് പാട്ടിൻ്റെ കഥ പറഞ്ഞിട്ട് പോകുന്നു. നമ്മളിപ്പം ഇത് ആലക്കോട് ഭാഗമാണ്. റോഡിൽ കൂടെ വരുമ്പോൾ ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്തും. അതിലെ മെയിൻ റോഡ് അപ്പുറത്തൂടെ. ഫോൺ ഷേക്ക് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാണുക. കായസാമാരോട് എന്തോ കണ്ട്. എന്തുവാടാ എന്തി ഇവിടെ തോണ്ട കിടക്കുന്ന മീൻ? ഒന്നിനും വയ്യത്തെ പിള്ളേരാ. മോനെ എപ്പോഴും ഫോണിൽ. എടാ അപ്പുറത്തിറങ്ങണോ? ഞാൻ ഒരു വീട്ടിലെ പനച്ചെരുപ്പ് ഇട്ടിട്ടാ വന്നേ. കൊച്ചി ചെരുപ്പ്. എൻ്റെ അല്ലേ, മുസ്കാൻ്റെ. എനിക്ക് ഞാനിപ്പോൾ കുറേ മാസമായി വ്ളോഗ് ഇട്ടിട്ട്. കാരണം വ്ളോഗല്ല യൂട്യൂബിൽ. അത് വലിയ സംഭവത്തോടെ നിട്ടൊന്നുമില്ല. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒരു രസത്തെ വെച്ച് തുടങ്ങിയതാണ്. രസം തുടങ്ങി ഓണം കഴിഞ്ഞപ്പോൾ ഓണത്തിന് എന്തുവാ കുറേ ബന്ധപ്പെട്ടുകൾ. ഓണത്തിന് സമയമായപ്പം എന്തായാലും പൊട്ടി. ഓണത്തിന് സമയമായപ്പം എൻ്റെ ഫോൺ അട്ടപ്പടലം താഴെ വീണ് പൊട്ടി. അതുകൊണ്ട് എൻ്റെ ഓണത്തിൻ്റെ വ്ളോഗ് അവിടെ നിലച്ചു പോയി. പിന്നെ രണ്ടാമത്തെ കാരണം എനിക്ക് മടി പിടിച്ചു. അതിനുശേഷം എനിക്കൊരു ആകാശ് പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ അവൻ്റെ ഫോൺ എനിക്ക് തന്നായിരുന്നു. ഞാൻ താഴെ നോക്കി നടക്കുന്നത് വീടായിരിക്കാൻ വേണ്ടിയാണ്. ഈ ഷർട്ട് കണ്ടോ? അച്ചാച്ചന് ഷർട്ട്. ആങ്കിളൊക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ എന്നെ കാണും, ചിലപ്പോൾ തറയായിരിക്കും കാണും, ചിലപ്പോൾ കാടായിരിക്കും കാണുന്നത്. എല്ലാം കണ്ടാൽ മതി. അക്കഡേറ്റ് കണ്ട് ഞങ്ങൾ അക്കഡേറ്റ് കാണിച്ചു തരാം. അക്കഡേറ്റ് കണ്ടത് ഇതിനെ മണ്ടക്കൂടെ വണ്ടിയൊക്കെ പോവും. നേരത്തേക്ക് ഇതിൻ്റെ മണ്ടക്കൊക്കെ വൈകുന്നേരം വന്നിരിക്കുമായിരുന്നു ചില സമയത്തൊക്കെ. ചുമ്മാ അക്കഡേറ്റിന് താഴെങ്ങാണ്ട് മീനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. ചാടണം. ചാടി തിരിച്ചെങ്ങനെ കയറും? ഇവിടുത്തെ മീൻ പിടുത്തത്തിൻ്റെ ആശാൻ.
എല്ലാത്തിനും അട്ടേ പേടിയാ. ചാടറാ, ചാട് ചാട്. അവിടെ ചാടി തിരിച്ചെങ്ങനെ കയറും? കണ്ണൻ വഴി ഉണ്ടാക്കും ചാടാൻ. നമുക്ക് അവിടെ ചാടണം. കണ്ണ എൻ്റെ ചാനലിൽ നീ പിടിച്ച് കാണിക്കുവോ? ഏ ഏ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നോ? ഈ കണ്ണൻ എന്ന് മീൻ പിടിച്ച് എൻ്റെ ചാനലിൽ കാണിച്ചിട്ട് പോകത്തുള്ളൂ. ഇവിടെ എല്ലാവർക്കും അട്ടപ്പേടിയാണ്. എനിക്ക് പേടിയില്ല. അയ്യാ, എനിക്ക് പേടിയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചളിയൊക്കെ പറഞ്ഞാൽ പോകുന്നത്. ഇത് മടം മുറിഞ്ഞ കുഴിയാ. കണ്ണൻ മീനുണ്ടെന്ന് പറഞ്ഞ സ്ഥലമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണൻ എന്തിനാ കണ്ടെന്ന് അതിനകത്ത്. ഹായ് പ്ലാസ്റ്റിക് കുപ്പി. കൊച്ചുമീനെ കണ്ടൊക്കെയാടാ കണ്ണ. ആകാശം മൂക്കുത്തി ഗൈസ് കണ്ടോ. എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഈ നടപ്പ് തീരുമെന്ന് തോന്നുന്നില്ല. എടാ എന്തായാലും നടക്കുവോ? കണ്ണൻ വിളിച്ച് കൺഫേം ചെയ്യുന്നു, രഘുമാവൻ വിളിച്ച് കൺഫേം ചെയ്യുന്നു മീൻ എവിടെ ഉള്ളതെന്ന്. തോളിൽ മീൻ കിട്ടിയാൽ മതി. ഇത് എപ്പോഴും ഉള്ളതായി. 2 മാസം 3 മാസം കൂടുമ്പോൾ കണ്ണൻ ഇളകും. വെള്ളം കുടിച്ച അടുത്തുള്ള ഹായ് പാക്ക്. ഒരു പാക്ക് കിട്ടി ഗൈസ്. അടയ്ക്ക വീട്ടിൽ കൊണ്ട് കൊടുക്കാം. വീട്ടിൽ കൊണ്ട് അടയ്ക്ക കൊടുത്താൽ അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ. ഞാൻ പറഞ്ഞു തന്നത് ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാൻ പോലെ വരും. നേരത്തെ ആണെങ്കിൽ ആകാശമൊക്കെ ഉള്ള സമയത്ത്, ആകാശം രാവിലെ മൂന്നുഷൊക്കെ ഉള്ള സമയത്ത് എല്ലാം കൂടെ വാരമൊക്കെ വെട്ടി ഗ്യാപ്പിട്ട് മിനിമം ഗ്യാപ്പിട്ട് വെട്ടി ഇളക്കി ചെളി വാരി കുത്തി പൊളകനെ വാരിയിട്ടുണ്ട്. മീൻ കിട്ടിയിട്ടില്ല. എനിക്കിത് 1-2 തവണ പോയിട്ട് കുറേ മീനെ കിട്ടുള്ളൂ. അതിനെല്ലാം കാരണം കണ്ണനാ. കണ്ടോ, കണ്ണൻ അതിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ലായിരിക്കും. കണ്ണൻ മീൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്ന്. പിന്നെ തിരിച്ച് ചാടാൻ അക്കടത്തിന് കീഴ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് തെളിച്ച് വെക്കൂ. എൻ്റെ ഫോൺ വെച്ചു. കണ്ണൻ്റെ സാഹസികത. ഇതിനാണ് ഈ ആകാശം 2 മീറ്റർ ചാടിയത്. ദീദി അടുത്തത്. എക്കോ ഉണ്ട് ജിതിയുടെ സാഹസികത. അതിനകത്ത് വരെ ഉണ്ട് ഗൈസ്. മുമ്പ് ആകാശം പിടിച്ച വരെ അതിനകത്തുണ്ട്. അടുത്ത മോനായി അവനെ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നു. ഇനി ഞാൻ ചാടാം. ഇന്ന് ഉണ്ട കൊടുത്തേക്കുന്നത്. അയ്യാ ഹായ്. അപ്പം അതില്ലാതെ എല്ലാം എണ്ണം മുണ്ടെടുത്തിട്ടുണ്ട്. ഞാനും ചെയ്തിയും ആകാശം ഞാനും ചെയ്തിയും കണ്ണനും മുണ്ട. രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാൻ. കുറേ നാളായി. ഞങ്ങൾ പത്തണ്ടക്കാർ നാട്ടിൽ ഇതുപോലെ ആയിരിക്കും. കുറേ കുന്ന്, കുറേ മല, പിന്നെ കുറേ കണ്ടം. ഹായ് മരം. 2 ഏറുമാടം കെട്ടിയാൻ പറ്റും മരം. ഗൈസ് കണ്ണന് പണ്ടൊരു ഇങ്ങനത്തെ ആഗ്രഹമുണ്ട്, ഏറുമാടം കെട്ടാൻ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് ആശിന് എന്താ തോന്നി സ്ഥലം കണ്ടിട്ട്? മീനുണ്ടോ ഇല്ലയോ? ഇങ്ങോട്ട് നോക്കി പറഞ്ഞ കണ്ടോ. ജിതി കണ്ട് മീനടിച്ച്. കണ്ണ സന്തോഷമായില്ലേ? കണ്ണൻ പകച്ചിരിക്കുന്നു ഗൈസ്. ജിതിൻ്റെ മാസ്. കണ്ണ ജിതിയുടെ മാസം ഫ്രെയിമിൽ മാറാ. കണ്ണൻ്റെ മാസ്.
മീൻ കിട്ടുമോ ആശേ? മീൻ കിട്ടുമോ? ഞങ്ങൾ ക്യാമറ കണ്ട അപ്പം മുഖം ശരിയാക്കലായിരിക്കും. മൂക്കൂത്തിട്ട് ഫ്രണ്ട്സ് എന്താ പറഞ്ഞടാ? ഏടാ നിന്റെ മൂക്കൂത്തിട്ട് ഫ്രണ്ട്സ് എന്താ പറഞ്ഞു? കൊള്ളാന്ന് പറയാം. ചെറിയ കമ്മലിടണം, കുറച്ച് ചെറിയ കമ്മൽ. ആ അവന് ആദ്യം കുത്തിയപ്പോൾ വലിയൊരു കമ്മൽ അവിടെ നിട്ടത് കിഴിക്കുമല്ലായിരുന്നു, കുത്തുമല്ല. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ മുണ്ട്. ഇതാണ് ഇതാണ് പ്രൊഫഷണൽ മീൻ പിടുത്തം. ആ കാണാൻ ഇന്നത്തെ ഇത് കഴിഞ്ഞേ, കൂത്ത് കഴിഞ്ഞേ. ജിതി കണ്ട പ്രൊഫഷണൽ കാണിച്ചപ്പോഴേ കണ്ണൻ പറഞ്ഞു ഗൈസ് പ്രൊഫഷണലിസം കണ്ടോ? ഇത് കണ്ടോ? ഇതെന്താ മനസ്സിലാവുന്നില്ല. കണ്ണൻ കുറേ നാട് എറിയുന്നുണ്ട്. കണ്ണൻ എനിക്കൊന്ന് പോച്ച പറിക്കാൻ ചൂണ്ട് എറിഞ്ഞ്. കണ്ണൻ എന്തൊരുക്കോടാ മിണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇവിടെ രഘുമാ മീനെ പിടിച്ച നമ്മളെ കണ്ണകുമാരെ കുത്തിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ മീൻ മെഴുവേലി ആലക്കോടുകാർ ശ്രദ്ധയ്ക്ക് പാലത്തിനടിയിൽ മീനില്ല. മീൻ പിടിക്കാൻ വരുന്നവർ ശ്രദ്ധയ്ക്ക് മീനില്ല. കാരണം 3 നാളുള്ള 2 പേര് 24 മണിക്കൂർ 2 കൂടെ വഴക്കായിരിക്കും. ഒരുത്തൻ രാവിലെ കെട്ടി ഒരുങ്ങി ഐറ്റിയെ പോയിട്ട് തിരിച്ചു. അപ്പോൾ തന്നെ മോനെ കളത്തിലിറങ്ങി. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചൂണ്ട. മീൻ കിട്ടുമോ ഇല്ലയോ? എനിക്ക് 4-5 തവണയായിട്ട് മോനെ എറിയുന്നുണ്ട്, പക്ഷെ എങ്ങും പോകുന്നില്ല. ആ കണ്ണൻ്റെ പുതിയ ടാറ്റ് കാണിച്ചു തരാം. കണ്ണൻ്റെ പുതിയ ടാറ്റ് ശരിക്കും കണ്ടിട്ടാ. ഇത് അർത്ഥം അറിയാതെ അടിച്ചേക്കുന്നത്. അർത്ഥം കണ്ണൻ അർത്ഥം തോന്നത്തില്ല, ചുമ്മാ കണ്ടു അടിച്ച്. ഗൈസ് പോകാൻ നിന്നപ്പോൾ ഇവിടെ വലിയൊരു സാധനം അടിച്ച്. മീനാണോ പാമ്പാന്നോ പൊള എന്താ അർത്ഥത്തിലാണ്ട് ഇവിടെ അവനാ നിൽക്കുന്നതിൻ്റെ താഴെ. കണ്ണനിപ്പോൾ അവിടെ രക്ഷവാക്കി അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്താ കാണിക്കുക കണ്ണൻ നിന്നിട്ട്? അടേ ഫ്ലോട്ടിനടുത്ത് ഇവിടെ നിന്ന് മാറ്റാ. അട്ട 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 എവിടെ? കണ്ണൻ്റെ കാലയിൽ എന്തി കാല കയറിയതാ. ഒന്നാമത്തെ പ്ലാൻ പൊളിഞ്ഞു, ആരും അറിയണ്ട. അടുത്ത സ്ഥലത്തോട്ട് പോവുക. മേളിൽ നമ്മുടെ അച്ഛനെ കണ്ടില്ലേ? അവിടെ ചെറിയ പാടം. ഞാൻ മുമ്പേ ഇവിടെ വെച്ച് എടുക്കാൻ വന്നപ്പോൾ പറ്റിയ ദിവസം കണ്ടോ? അവിടെ കണ്ണൻ അവിടെ നിന്ന് മീനെ പിടിച്ച് കാണിക്കുമല്ലേടാ? ഗൈസ് കലാരൂപം. ഓടിക്കോ നമ്മൾ ഇന്ന് മീനെ പിടിക്കും. കണ്ണൻ മീനെ പിടിച്ചിട്ട് കറി വെച്ച് തരും. എല്ലാ തവണയും തന്നെ കണ്ണൻ എല്ലാവരും പെരുപ്പ് കയറ്റിയിട്ട് കൊണ്ടുപോകും. അവസാനം തിരിച്ചെല്ലാവരും പോവും. അവിടെ നോക്കുമല്ല, അത്ഭുതമൊന്നുമില്ല ഇതിൽ. നമ്മൾ വീണ്ടും ആ വെള്ളം മുറിച്ചൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. വിയർക്കുന്ന മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. തോട് നല്ല രസമുണ്ടല്ലേ തോട് കാണാൻ. മണിയമ്മ എൻ്റെ അമ്മയൊക്കെ ഇവിടെ നേരത്തെ തൊടുപ്പം വരുമായിരുന്നു. ഞാനപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ വരുമായിരുന്നു വണ്ടിക്ക്. അയ്യാ ജിതിൻ പോകുന്നുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്നിട്ട് കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ പോയിക്കുന്ന കണ്ടാ. ഇതാണ് നാടിനുള്ള സ്നേഹം. നിങ്ങളെല്ലാവരും വല്ലപ്പോഴും കാണത്തിലാണ്. കണ്ടോന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ഇങ്ങനത്തെ ടൈപ്പ് ഇതല്ല, പാടമൊക്കെ ഇല്ല, അവിടേക്ക് ഇറങ്ങണം വല്ലപ്പോഴും. ഞങ്ങൾ വല്ലപ്പോഴും ഇറങ്ങത്തുള്ളൂ, കാരണം അത് വളരെ നല്ലൊരിതാണ്. നമ്മളെപ്പോഴും പെരയെന്ന് വെച്ചാൽ ഇവിടെ വീടിനകത്ത് നിർത്തും കേട്ടോ. പെരയ്ക്കകത്ത് ഇരുന്ന് അല്ലെങ്കിൽ മറ്റേ PUBG മാത്രം കളിച്ച് ഗെയിം. ഇവന്മാരൊക്കെ മറ്റേ ഒരു കടയ്ക്ക് മൊത്തം ഫ്രണ്ടിൽ പോകുന്നവന്മാരെല്ലാം PUBG കളിയായിരുന്നു. ഇപ്പോഴാണ് ഇവന്മാരൊന്ന് ഇറങ്ങി തുടങ്ങിയത്. എല്ലാത്തിനും PUBGയും എടുത്തു തുടങ്ങി. എനിക്ക് തന്തവൈവ് കയറുന്നുണ്ടായിരിക്കാം. അതിൽ കുറച്ചിലല്ല, നല്ല കാര്യമാണ്. എന്തുവാടാ ആറ്റിലൊക്കെ? ആറ്റിൽ പോകണം. ഇന്നലെ ഞാൻ മറ്റേ തണുത്തോട്ട് പോയിരുന്നു. അച്ഛൻ്റെ ഒക്കെ ഉണ്ട് അവിടെ തണുത്തോട്ടിൽ. അവിടെ ചെന്നപ്പോൾ ആറ്റിൽ നല്ല വെള്ളമുണ്ട്. എടാ നീ തണുത്തോട്ട് പോയിട്ട് കുറേ നാളായോ? പക്ഷേ തണുത്തോട്ട് പോയിട്ട് കുറേ നാളായോ? പാടം ആശേ
ഞങ്ങളുടെ കുഞ്ഞാകാശ് വെളിച്ചം കണ്ടു. അച്ഛൻ്റെ കണ്ടത്തിന് അവിടെ മറ്റേ ഇതില്ല മീൻകുളം മുമ്പ് കാണിച്ചില്ല, അവിടെ നമ്മൾ പിന്നെ ആയിട്ട് അവൻ്റെ പച്ച നെറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ കണ്ടെന്ന് വെച്ചാൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നത്. അവിടെ എന്തോ കപ്പയാണ് ഇറങ്ങായിട്ടുള്ളത്. കപ്പയുണ്ട്, വാഴയുണ്ട്. ഇനി ഇവിടുത്തെ മീൻപിടുത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അതെ നമ്മൾ മുമ്പ് കണ്ട പോത്ത്, അല്ല എരുമ. അത് പോത്താണോ അത്? ആകാശം കണ്ട നല്ല ഭംഗിയില്ലേ? നമുക്ക് ജിതിയെ പോയി വഴക്കുണ്ടാക്കാൻ കഴിയും, അല്ല മീൻ പിടിക്കാൻ കഴിയും. ജിതി മീൻ പിടിക്കുന്നത് ജിതിയാണ് വേണ്ട ഫ്രെയിമിൽ മെയിനാ. ഇതാണ് മുമ്പ് പ്രൊഫഷണൽ കളിച്ച വീരപ്പൻ മീശയൊക്കെ വെച്ച ജിതി. അടൂർ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ഇതിനെ. ഏയ് കണ്ടോ, ഹൊയ്യാരേ ഹൊയ്യാരേ ഹൊയ്യാ. ഇതൊരു ഇരിപ്പാണ് മീൻ. ഞാൻ വരെ കാണിച്ചു. കണ്ണൻ്റെ അടുത്ത ട്രിക്ക് മാവ് കുഴച്ച് തീറ്റ ഉണ്ടാക്കി മീനെ പിടിക്കുന്നത്. എല്ലാം കണ്ണൻ്റെ അടിക്കുന്ന മീനെ പിടിക്കാൻ പിള്ളേരെ കൊണ്ട് വന്നതും നിന്നതും അവനും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. സങ്കടം ഉണ്ടോ ആശ മീനെ കിട്ടാൻ? കാര്യം ഞാൻ മഴ പെയ്തറാണ, മഴ ചാറി. നമുക്ക് മാടത്തിൽ പോയിരുന്നാലോ? മന കിട്ടിയോ? യെസ് ഗൈസ്, മോനയ്ക്ക് മീനെ കിട്ടി. യെസ് ഗൈസ്, തോണ്ടറ കൈതക്കൊര കിട്ടി മോനയ്ക്ക്. ഗൈസ് കിട്ടി ഗൈസ്, അവസാനം ഞങ്ങൾക്ക് മീൻ കിട്ടി. മോനായി ഒന്നെന്തി എടാ, ഇത് രണ്ടാമത്തെ മീനാണ്. കണ്ട മോനെ ഫോൺ വിളിച്ചിട്ടായാലും അവൻ ഉള്ള കാര്യം മീനെ തിരിച്ച് പച്ചപ്പിന് കൊടുക്കും കേട്ടോ. ഗൈസ് BL സീരീസ് അവർ കണ്ടു. അടുത്ത അവസാനിക്കാറായി കേട്ടോ. ചേട്ടാ മഴ അരച്ച് വരുന്നുണ്ട്. ഇത് മഴ നനഞ്ഞ് മീൻ പിടിക്കുന്നുള്ള പ്രയത്നത്തില. അല്ല നിങ്ങളെല്ലാം നനയാൻ പോകുന്നു. ഇതടോണ്ടേ എടാ, പോത്തിനെ അഴിച്ചില്ലടാ. അത് ആറ പോത്താ അയച്ച് വീട്ടിൽ കണ്ടു. ഇപ്പൊ ഓടെ പോയി കൊടുത്ത്. ഇതാരാ? എനിക്ക് കൊട കിട്ടി. ഞാൻ കൊടക്കകത്ത് കയറി. എൻ്റെ കുറെ ഫോണൊക്കെ തന്ന് പിടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. കൂട്ടത്തില് മൂത്തത് ഞാനാണെങ്കിലും കണ്ണനാണ് ഇവിടെ ചേട്ടൻ കളിക്കുന്നത്. ഗൈസ് പോയി. ജിതിയുടെ ഡെഡിക്കേഷൻ കണ്ടോ? കണ്ട പ്രൊഫഷൻ ചൂണ്ട പിടിക്കണ. ഇത്ര മഴയത്ത് അമാർ ആത്മാർത്ഥം കണ്ടോ? കണ്ടോ? ക്യാമറ കാണാൻ പറ്റത്തില്ല, പക്ഷെ നല്ല മഴയുണ്ട് ആക്ച്വലി. കണ്ടോ? മഴയുണ്ട്. മാടത്തിൽ പോവാന്നോ? ഞങ്ങൾ മാടത്തിലോട്ട് പോവാണ്. അമ്പുവണ്ണൻ്റെ അച്ഛൻ്റെ പുറകെ വരുന്നുണ്ട്. അവന്മാരെല്ലാം അവിടെ മീൻ പിടുത്തം. ഞങ്ങള് മാടത്തിൽ പോവാ, അച്ഛൻ്റെ മാടത്തില്. എടാ ഇത് വലയാണല്ലോ ഇവിടെ. പൊക്കിട്ട് പോവും, താത്തിട്ട് പോവും. ഞങ്ങൾ എല്ലാം പണിച്ച് കൊടുത്തു കളഞ്ഞു. ടാസ്ക്കാണ് ഗൈസ്, മാടത്തിലോട്ടുള്ള വഴി ടാസ്ക്കാണ് ഗൈസ്. ഓ വൈബ് കണ്ണാ, വൈബടാ. ഓ സെറ്റ്. മഴയത്ത് നല്ല മൂഡ്. അമ്മമാർ തോണ്ട് അവിടെ നിൽപ്പുണ്ട് കണ്ണനൊക്കെ. കണ്ണനല്ല, ജിതിനൊക്കെ. ഇതേ ഒരു വരമ്പ്. ഓ സെറ്റ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ അച്ഛൻ നട്ട് വളർത്തിയ വാഴകൾ കേട്ടാ. ഇത് വാഴ അല്ല, ഇതൊക്കെ വെട്ടി ഓണത്തിന് വെട്ടിയതാ. ഇതാണ് കപ്പ. കപ്പ കൃഷി ഉണ്ട് അച്ഛന്. കപ്പ
അങ്ങേ അറ്റത്താ മാട. ഞാൻ മാട ഇപ്പോൾ കാണിച്ചു തരാമേ. അവിടെയൊക്കെ മാടത്തിൽ എന്ത് പറയുന്ന അറിയത്തില്ല. അയ്യാ വഴി കുറച്ച് ടാസ്ക് ഉണ്ട്. ഇതാണ് ഗായ്സ് മാടം. അയ്യാ ഇത് കണ്ടോ, അതിലേം വഴി ഇതിലേം വഴി. ഇങ്ങനെ ഇരിക്കാനൊക്കെ ചെറിയ തട്ട് പോലൊക്കെ എഴുജന്തുക്കളെ കാണാൻ ചെല്ലും. തിരിച്ചാമാർ എടുത്തിട്ട് പോവുക. മഴ വീഴുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുളവും അമ്പലത്തിലെ പാട്ടും കണ്ടാ. നമ്മൾ വീണ്ടും തിരിച്ച് സൈറ്റിലെത്തിയിരിക്കുന്നു. അയ്യോ കുറച്ച് ടാസ്ക് ആണ്. മീൻ കിട്ടിയോടാ മോനായി? കിട്ടിയോ? വൈസ് പ്രൊഫഷണൽ മോനീഷ് മോനായി കിട്ടിയോ? എന്തായാലും ചുമ്മാ നിൽക്കുമായിരുന്നു. കണ്ട നനഞ്ഞ് നിൽക്കുന്നു. ആശ തലവടി കുറഞ്ഞടാ. അതാണ് ഗൈസ് ഡെഡിക്കേഷൻ. സ്ഥലം മൊത്തം ചവിട്ടി മരിച്ചുമാർ. ഘോര പ്രയത്ന ശേഷം ജിതിക്ക് ആകാശ് നട്ട്. ഓ ആകാശ്. അപ്പം ജിതി നീയാണ് ജിതി പ്രശ്നം ആണോ? ആ മീൻ കാണുന്നില്ല. തോണ്ടേ ആശ കാണിച്ചാൽ കവർ കാണിച്ചാശേ. ഈ 2 കൈതക്കോരാ ഇത് മാറ്റിക്കോ. ഇതിവിടെ പ്രയോജനം. പക്ഷേ പ്രയോജനമല്ല. അവരിപ്പോഴൊന്നും കയറുന്ന തോന്നില്ല. കയറുമെന്ന് അറിയത്തില്ല. രസമുണ്ടെങ്കിൽ ഇരിക്കുക. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല. സെയിം സ്ഥലം 2 ഇരുട്ടി. മാർക്ക് എന്നിട്ടും കണ്ണനും അടുത്ത് കേട്ടോ. ജിതിക്കും ആകാശിനും മടുപ്പില്ല. മോനായതേണ്ട ഈ കാട്ടിൽ എവിടെ ഉണ്ട്. അവനെ കണ്ടു കിട്ടുന്നവർ ഞങ്ങളോട് ബന്ധപ്പെടുക. ജിജി മോനെ സ്കോർ ചെയ്താ മീനെ പിടിക്കുന്നത്. കാരണം നിനക്ക് എന്ത് തോന്നുന്നു ഈ സാഹചര്യത്തിൽ? ഇപ്പം ഇത്ര ഇരുട്ടിയതില് ഈ ക്ലൈമറ്റിൽ മീൻ കയറത്തില്ല. ഒരു ഉച്ച സമയം വെയിലുള്ള സമയത്താണ് മീൻ കയറും. കറക്റ്റായിട്ട് കയറുന്നതോ? ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി മീനെ പിടിച്ചിട്ടുള്ളതാണ്. ആ കണ്ണനൊക്കെ കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളം കയറി ഇറങ്ങിയ സമയത്തല്ലേ നിറച്ച് മീനെ പിടിച്ചു. 1 ബക്കറ്റ് മീനെ കൊണ്ട് പോയതാ. 1 ബക്കറ്റൊന്നും ഇല്ല, ഒരു 5-6 എണ്ണം. 5-6 അത് തെള. ആ കണ്ണ അത് തെള്ളല്ലേടാ എണ്ണ ഉള്ള കാര്യം കേട്ടോ. ഒരു 5-6 മീനേ ഉള്ളൂ. ഒരു 10-15 എണ്ണത്തിനെ പിടിച്ചു. മിക്കവാറും വ്ളോഗ് എൻഡ് ചെയ്യുമ്പോൾ ഇരുട്ടത്തായിരിക്കും കേട്ടോ. ഗൈസ് പേര് തീർന്നു. എന്നാലും ഇവന്മാർക്ക് മീൻ പിടുത്തം നിർത്തില്ല ഇപ്പോഴൊന്നും. എടാ ഇത് മാവിട്ട് കിളക്കടാ. കിട്ടിയടാ. ആകാശം എന്തോ കിട്ടിയടാ. ജിതിനെ പറന്തലെ മാമൻ എന്നല്ലാരും വിളിക്കുന്നത്. ജിതിൻ പറന്തലെ മാമന. അവരുടെ കൂടെ ജിതിൻ ഭയങ്കര തന്തോയിവ. ജിതിൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത് ഇതേ പുറകിൽ കണ്ടു. അവർ തടി ഓടിക്കാത്ത വണ്ടികളില്ല. പുറകിൽ രാജ്യമ്മയും അവിടുത്തെ ശ്രീവർമാമെല്ലാം കൂടെ തടി കണ്ടിറക്കുന്നുണ്ട്. അവർ കുറച്ചു നേരം വന്ന് വിമാനം മീൻ പിടിക്കാൻ നോക്കി. ഇന്നത്തെ അത് എത്ര എണ്ണം ഉണ്ടോ? അവിടെ 3 എണ്ണം. ഒരെണ്ണം പിടിച്ചെന്തി? അണ്ണാ രാത്രി എന്താ പറയാനുള്ളത്? ബായ് പറ. ബായ് ജിതി ബായ് പറ. പ്രൊഫഷണൽ ജിതിയെ കാണുന്നില്ലടാ. എടാ ജിതിയെ കാണുന്നില്ലടാ. ആശേ ബായ് പറഞ്ഞ ആശേ. ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇത് ഫുള്ള് ഇരുട്ടാ, മുടിഞ്ഞ് ഇരുട്ടായി. ഫ്ലാഷൊക്കെ കത്തിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഇന്നത്തെ വ്ളോഗ് അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുറച്ച് നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെന്താ, തിരിച്ച് പിന്നീട് ഒരിക്കലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിൽ കയറി കാണാം. ഇല്ല കണ്ണാ, ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കും. യൂട്യൂബിൽ എൻ്റെ ചാനലിൽ തന്നെ കിടക്കും. നമുക്കതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ബൈ ഗൈസ്, ബൈ. ഇല്ലടാ അത് കാണത്തില്ലടാ. അപ്പോൾ ബൈ ഗൈസ്.